നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. പാനൂരിനടുത്ത മുത്താറുപീടികയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് കുറ്റിക്കണ്ടി അഷ്റഫിന്. പിന്നിൽ CPM എന്ന് മുസ്ലിം ലീഗ്. നിറയെ സിമന്റ് ലോഡുമായി തമിഴ്നാട് ആവടിയിൽ നിന്നും ഇരിട്ടിയിലേക്ക് പോകുകയായിരുന്ന ചരക്ക് ലോറി തലശ്ശേരിയിലെ സംഗമം ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടു. ലോറി മാറ്റിയത് ഏറെ പണിപ്പെട്ട്. യുവതലമുറയ്ക്ക് ദിശാബോധം നൽകി സർക്കാർ സേവനത്തിലേക്ക് നയിക്കുന്ന പാനൂരിന്റെ അഭിമാന പദ്ധതിയായ ഇൻസൈറ്റ് പരിശീലന പദ്ധതിക്ക് സഹായഹസ്തവുമായി മുൻ പഠിതാക്കൾ. പരിശീലനം മെച്ചപ്പെടുത്തുന്നതിനായി 1,75,000 രൂപയ്ക്ക് ഹൈജമ്പ് ബെഡ് വാങ്ങി നൽകി. $3.5 കോടി ചെലവഴിച്ച് തലശ്ശേരി സഹകരണ റൂറൽ ബാങ്ക് നവീകരിച്ചൊരുക്കിയ ജില്ലാ കോടതിക്ക് മുൻപിൽ അറബിക്കടലോരത്തുള്ള സെന്റിനറി പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി. ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിക്കും. വിശദമായ വാർത്തകളിലേക്ക്. പാനൂരിനടുത്ത മുത്താറുപീടികയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന് മർദ്ദനം. കുറ്റിക്കണ്ടി അഷ്റഫിനെയാണ് ക്രൂരമായി ആക്രമിച്ചത്. തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ അഷ്റഫ് ചികിത്സ തേടി. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് ലീഗ് നേതൃത്വം ആരോപിച്ചു. തിങ്കളാഴ്ച രാത്രി 9 മണിയോടെയാണ് അഷ്റഫിനെ ക്രൂരമായി ആക്രമിച്ചത്. കഴുത്തിന് പരിക്കേറ്റ അഷ്റഫിനെ തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. CPM പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്ന് ലീഗ് നേതൃത്വം കുറ്റപ്പെടുത്തി. നേതാക്കളായ പൊട്ടംകണ്ടി അബ്ദുള്ള, PK ഷാഹുൽ ഹമീദ്, B നാസർ മാസ്റ്റർ, EA നാസർ തുടങ്ങിയവർ അഷ്റഫിനെ സന്ദർശിച്ചു. UDFന്റെ നേതൃത്വത്തിൽ മുത്താറുപീടികയിൽ പ്രതിഷേധ കൂട്ടായ്മയും സംഘടിപ്പിച്ചു. നിറയെ സിമന്റ് ലോഡുമായി തമിഴ്നാട് ആവടിയിൽ നിന്നും ഇരിട്ടിയിലേക്ക് പോകുകയായിരുന്ന ചരക്ക് ലോറി തലശ്ശേരിയിലെ സംഗമം ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടു. സംഗമം ജംഗ്ഷനിലെ ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തറയിലിടിച്ച് മുന്നോട്ടെടുക്കാനാകാതെ കുടുങ്ങിയ ലോറി ഏറെ നേരം ഗതാഗതക്കുരുക്കുളവാക്കി. ലോഡ് നീക്കി ക്രെയിൻ എത്തിച്ചാണ് ലോറി സ്ഥലത്തുനിന്നും മാറ്റിയത്. ചൊവ്വാഴ്ച പുലർച്ചെയാണ് അപകടം നടന്നത്. മലപ്പുറം സ്വദേശി അഷ്റഫാണ് ലോറി ഓടിച്ചിരുന്നത്. ഡ്രൈവർക്ക് പരിക്കില്ല. സിമന്റ് ട്രക്കിന്റെ മുൻവശത്തെ ബമ്പറും എഞ്ചിൻ ഭാഗങ്ങളും ചേസീസും ഒടിഞ്ഞതോടെ ലോറി അപകട സ്ഥലത്തുനിന്നും നീക്കാനായില്ല. ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം മുടങ്ങി. മറ്റൊരു റിക്കവറി ലോറി എത്തിച്ച് സിമന്റ് ലോഡ് മാറ്റിയതിനു ശേഷം ക്രെയിൻ ഉപയോഗിച്ച് ട്രക്കിനെ എരഞ്ഞോളി പുതിയ പാലത്തിനടുത്തേക്ക് വലിച്ചു മാറ്റിയാണ് ഗതാഗത തടസ്സം ഒഴിവാക്കിയത്. തലശ്ശേരി ട്രാഫിക്കിലെയും പോലീസിലെയും ഉദ്യോഗസ്ഥർ അപകട സമയം മുതൽ ഗതാഗതം സ്ഥാപിക്കാൻ സ്ഥലത്ത് പാടുപെട്ട് പ്രയത്നിച്ചു. SHO SR സൂരജ്, SIമാരായ P ബിജു, K സജിത് കുമാർ എന്നിവർ നേതൃത്വം നൽകി. റോഡിന്റെ മധ്യത്തിലുള്ള വിളക്ക് തറയിൽ അപകട മുന്നറിയിപ്പ് ലൈറ്റ് സംവിധാനങ്ങളില്ലാത്തതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത്. ഒരേ സമയം 4 ഭാഗത്തേക്കും ഇടതടവില്ലാതെ വാഹനങ്ങൾ വഴിതിരിഞ്ഞു പോകുന്ന ജംഗ്ഷനിലാണ് വഴിമുടക്കിയായി വിളക്ക് തറയുള്ളത്. അപരിചിത വാഹനങ്ങൾ രാത്രി യാത്രയിൽ വളവ് തിരിഞ്ഞെത്തുമ്പോഴാണ് മുന്നിലെ തറയിലിടിക്കുന്നത്. ഏറ്റവും ഒടുവിലായി ഇക്കഴിഞ്ഞ ഫെബ്രുവരി 27 രാത്രിയിൽ KL 58S 3069 വോയേജർ ദീർഘദൂര ബസ്സും തറയിലിടിച്ച് അപകടമുണ്ടായിരുന്നു. 5 മാസം മുൻപ് ഇവിടെയുള്ള ഹൈമാസ്റ്റ് വിളക്ക് നീക്കം ചെയ്തതോടെയാണ് വിളക്ക് തറ മാത്രം ജംഗ്ഷനിൽ ശേഷിച്ചത്. റോഡിന് നടുവിലുള്ള സിമന്റ് തറയിൽ റിഫ്ലക്ടറോ മറ്റ് അപകട മുന്നറിയിപ്പ് സംവിധാനങ്ങളോ ഇല്ല. ഇതാണ് വാഹനങ്ങൾക്ക് വിനയാകുന്നത്. എത്രയും വേഗം വിളക്ക് തറയിൽ മുന്നറിയിപ്പ് അടയാളങ്ങളും ഹൈമാസ്റ്റ് ലൈറ്റ് സെറ്റുകളും സ്ഥാപിക്കണമെന്ന് വാഹന ഡ്രൈവർമാരും യാത്രക്കാരും ആവശ്യപ്പെട്ടു. ഇപ്പോൾ കുറേ പ്രാവശ്യമായിട്ട് ഈ റൗണ്ട് അബൌട്ടിൽ ഹോളിമാസ് ലൈറ്റിൻ്റെ തൂണാണ് കണ്ടത്. അപ്പോൾ ഏകദേശം ഒരു കുറേ മുമ്പേ തന്നെ 2-3 വർഷം മുമ്പ് തന്നെ ലൈറ്റ് ലോറി വന്ന് ഇടിച്ചിട്ട് പൊട്ടി വീണിരുന്നു. അതിൻ്റെ ശേഷം കുറേ കഴിഞ്ഞ് കുറച്ച് ഗ്യാപ്പ് വെച്ചതിന് ശേഷം പിന്നെ പുതിയ ലൈറ്റ് ഫിറ്റ് ചെയ്തു. അപ്പോൾ അതിന് ശേഷം കർണാടക ട്രാൻസ്പോർട്ട് ബസ് വന്ന് രാത്രി അടിക്കുന്നതുകൊണ്ടാണ് വലിയ അപകടങ്ങളൊന്നും ഇല്ലാണ്ട് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ലൈറ്റൊക്കെ വീണ് അതിന് ശേഷം പിന്നെ അങ്ങനെ ഈ കുറ്റി മാത്രം ഇവിടെ കിടക്കുക. ഈ കുറ്റിക്ക് എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂരത്ത് വരുന്ന വലിയ വണ്ടികളൊന്നും കാണൂല. രാത്രി പെട്ടെങ്ങനെ ഇന്നലെ രാത്രി 4 മണി ആരംഭിച്ചാണ് ഒരു വലിയ സിമെൻറ്റ് ലോറി ഏകദേശം ഒരു 10-800 ചാക്ക് സിമെൻറ്റ് കെട്ടുന്ന വലിയ ട്രക്ക് വന്ന് ഇടിക്കുന്നത്. അപ്പോൾ ഡ്രൈവറോട് സംസാരിച്ച് പറഞ്ഞാൽ ഉറങ്ങിപ്പോയൊന്നുമല്ല, നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ അടിച്ചു. അങ്ങനെ ആ ലോഡ് മൊത്തം വേറെ വണ്ടി കയറ്റി കൊണ്ടുവരിക്കുക. ഇപ്പം പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തെങ്കിലും ഒരു കുറച്ച് ഹൈറ്റ് കൂട്ടിയതിന് ശേഷം വല്ല റിഫ്ലക്ഷൻ ലൈറ്റാരും വെച്ച് കൊടുത്താൽ ഡ്രൈവർമാർ കാണും. കാരണം വലിയൊരു സംഗമം ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് വണ്ടികൾ പാസ് ചെയ്യുന്ന സ്ഥലമാണ്. അപ്പോൾ അതിനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടികൾ തിരിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒരു ഉപകാരമായിരുന്നു. രാത്രി ഈ പ്രശ്നം പറ്റുന്ന അപകടങ്ങൾക്ക് ഒഴിവാകുന്നത്.
പാലൊക്കെ ആണെങ്കിൽ ഒരുപാട് വണ്ടികളുണ്ടാവും, അപകടങ്ങൾ പറ്റും. ഇതൊക്കെ അതുകൊണ്ട് വേണ്ടുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരികൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ചുക്ലിക്കടുത്ത് ഒളവിലം മോന്താലിൽ കാർ നിയന്ത്രണം വിട്ട് മയ്യഴി പുഴയിലേക്ക് മറിഞ്ഞു. നാട്ടുകാരുടെ സംയോജിത ഇടപെടലിൽ യാത്രക്കാരായ 2 പേരെയും അത്ഭുതകരമായി രക്ഷപ്പെടുത്തി. തിങ്കളാഴ്ച വൈകിട്ടായിരുന്നു അപകടം. ഒളവിലം പാത്തിക്കൽ മോന്താൽ തീരദേശ റോഡിൽ കക്കടവ് ബോട്ട് ജെട്ടിക്കടുത്ത് തിങ്കളാഴ്ച വൈകിട്ട് 3:15 അപകടമുണ്ടായത്. പാത്തിക്കൽ ബോട്ട് ജെട്ടി ഭാഗത്തുനിന്ന് മോന്താലിലേക്കുള്ള റോഡിൽ കക്കടവ് ബോട്ട് ജെട്ടിക്ക് സമീപം ഫാമിനടുത്തു വെച്ച് പുഴയിലേക്ക് കാർ വീഴുകയായിരുന്നു. കാറിൽ ഡ്രൈവറായ കതിരൂർ വേറ്റുമലിലെ നൂർമഹലിൽ മുഹമ്മദ് റാഫി, ബന്ധുവായ പെരിങ്ങാടി കല്ലിൽ പള്ളിക്കടുത്ത അൻവർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. പുഴയിൽ ആഴ്ന്നു പോകുകയായിരുന്ന കാറിൽ നിന്ന് ഇരുവരെയും നാട്ടുകാർ വാതിൽ തുറന്ന് കരയിലേക്ക് എത്തിക്കുകയായിരുന്നു. ഇരുവർക്കും മറ്റ് പരിക്കുകളൊന്നുമില്ല. റോഡ് ഉയർത്തി മെക്കാഡൻ ടാറിംഗ് നടത്തിയതിനാൽ പുഴയോരത്തെ കോൺക്രീറ്റ് കുറ്റികൾ താഴ്ന്ന നിലയിലായിരുന്നു. ചുക്ലി പോലീസ് സ്ഥലത്തെത്തി കൂറ്റൻ ക്രെയിൻ എത്തിച്ചാണ് നാട്ടുകാരുടെ സഹായത്തോടെ കാർ പുഴയിൽ നിന്ന് പുറത്തെടുത്തത്. കാർ ഓടിച്ചുകൊണ്ടിരിക്കെ സൂര്യപ്രകാശം കണ്ണിലേക്ക് പതിച്ച് മയങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് റാഫി പറഞ്ഞു. മരണ വീട്ടിൽ പോയി നാട്ടിലേക്ക് മടങ്ങവേ ഭക്ഷണം കഴിക്കാനായി ഇരുവരും മോന്താൽ ഭാഗത്തേക്ക് കാർ ഓടിച്ചു വരികയായിരുന്നു. റാഫിയുടെ സഹോദരൻ മുഹമ്മദ് റാഷിദിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കാർ. യുവതലമുറയ്ക്ക് ദിശാബോധം നൽകി സർക്കാർ സേവനത്തിലേക്ക് നയിക്കുന്ന പാനൂരിന്റെ അഭിമാന പദ്ധതിയായ ഇൻസൈറ്റ് പരിശീലന പദ്ധതിക്ക് സഹായഹസ്തവുമായി മുൻ പഠിതാക്കൾ. ഇൻസൈറ്റ് പദ്ധതിയിലൂടെ കേന്ദ്ര സംസ്ഥാന സേനകളിൽ ജോലി നേടിയ 104 പേരുടെ കൂട്ടായ്മയാണ് പരിശീലന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനായി മുന്നോട്ട് വന്നത്. പൂഴിയിൽ പരിശീലനം നൽകുമ്പോഴുണ്ടാകുന്ന പരിക്കുകളും പ്രയാസങ്ങളും ഒഴിവാക്കാൻ 1,75,000 രൂപയുടെ ഹൈജമ്പ് ബെഡ് വാങ്ങി നൽകിയാണ് ജോലി ലഭിച്ചവർ തങ്ങളുടെ പിന്മുറക്കാർക്ക് കൂട്ടായത്. ഇന്നലെ വരെ പൂഴി നിറച്ച താൽക്കാലിക സ്ഥലത്തായിരുന്നു ഹൈജമ്പും ലോങ് ജമ്പും പരിശീലനം നടത്തിയിരുന്നത്. ഇതുമൂലം നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഇൻസൈറ്റ് പരിശീലന കേന്ദ്രം വഴി സംസ്ഥാന സർവീസിൻ്റെ ഭാഗമായ 104 പേർ കൈകോർത്തതോടെ പ്രശ്നത്തിന് പരിഹാരമായി. ഉത്തർപ്രദേശിലെ മീററ്റിൽ നിന്നും 1,75,000 രൂപയ്ക്കുള്ള ഹൈജമ്പ് ബെഡ് പരിശീലന കേന്ദ്രത്തിലെത്തിച്ചാണ് ജോലി ലഭിച്ചവർ ഇൻസൈറ്റിനോടുള്ള തങ്ങളുടെ കടപ്പാട് പ്രകടിപ്പിച്ചത്. പുതിയ സൗകര്യം എത്തിയതോടെ പരിശീലനം കൂടുതൽ സുരക്ഷിതവും നിലവാരമുള്ളതുമായിരിക്കുമെന്ന് പരിശീലനത്തിന് നേതൃത്വം നൽകുന്ന കൺട്രോൾ റൂം SI ശിവദാസ് പറഞ്ഞു. കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. എന്തെന്ന് വെച്ചാൽ 1988 കാലഘട്ടത്തിൽ JP ഒക്കെ സ്കൂളിൽ PT മാഷായിരിക്കുന്ന സമയത്ത് ഞാൻ ഹൈ ജമ്പിലെ ഒരു പ്രധാനപ്പെട്ട ഇനമായിരുന്നു എൻ്റെ. അന്ന് ഇതുപോലത്തെ സൗകര്യങ്ങളൊന്നുമില്ല, വെറും പൂഴി ചിലപ്പോൾ ഞാനൊക്കെ നാട്ടിൽ തന്നെയുള്ള ഗ്രൗണ്ടിൽ മണ്ണ് കൊത്തിയിട്ടിട്ട് അതിൽ ജമ്പ് ചെയ്തു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തവനാണ് ഞാൻ. ഹൈ ജമ്പിൽ 1.80 അന്നത്തെ എൻ്റെ ഹൈറ്റ് ചാടിയത്. അതായത് നാട്ടിൻ പുറത്ത് ഉള്ള മണ്ണിൽ ഗ്രൗണ്ടിലെ മണ്ണ് കിളച്ചിട്ട് അതിൽ ജമ്പ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് സംസ്ഥാന തലത്തിൽ പങ്കെടുത്തു. അപ്പോൾ ഇന്ന് ഈ അവസ്ഥ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നു. ഇപ്പം ശാരീരിക ആവശ്യതകളുള്ളതുകൊണ്ട് എനിക്ക് ജമ്പ് ചെയ്ത് കാണിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് നടു അത്ര ശരിയല്ല, അതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പം ഇന്ന് ഇവിടെ ജോലി കിട്ടിപ്പോയ ആളുകൾ സംഭാവന ചെയ്ത ഈ ബെഡ് നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങളുടെ ഭാവി ശോഭനമാക്കുന്നതിന് വേണ്ടി ഉപയോഗപ്രദമാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ കോഴിക്കോട് ക്രൈംബ്രാഞ്ച് DYSPയും 2018 അന്നത്തെ പാനൂർ CAയുമായിരുന്ന VV ബെന്നിയാണ് ഇൻസൈറ്റ് പരിശീലന പദ്ധതിക്ക് തുടക്കമിട്ടത്. ഒരു വീട്ടിൽ ഒരു സർക്കാർ ജോലി എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഇൻസൈറ്റ് വഴി 7.5 വർഷത്തിനിടെ 104 പേർ കേന്ദ്ര സംസ്ഥാന സർവീസുകളിൽ പ്രവേശിച്ചു കഴിഞ്ഞു. 6 പേർ നിയമനത്തിനായി കാത്തിരിക്കുകയാണ്. ഹൈജമ്പ് ബെഡ് കൈമാറ്റ ചടങ്ങിൽ പ്രമുഖ പ്രവാസി വ്യവസായി ചിറ്റുളി യൂസഫ് ഹാജി മുഖ്യാതിഥിയായി. പരിശീലനം വഴി ജോലി നേടുന്ന ഓരോ വിദ്യാർത്ഥിയും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ ഇൻസൈറ്റിനെ പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിദ്യാർത്ഥികൾ ഇവിടെ സമ്മാനിച്ച ഈ ബെഡ്, അതുപോലെ ഇവിടെ നിങ്ങൾ ഇനി അടുത്ത നിങ്ങൾക്ക് ജോലി കിട്ടിയാൽ അടുത്ത ഇനി എന്താണ് ഇവിടെ വേണ്ടത് അത് നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ഇവിടെ വെച്ച് നിങ്ങൾ ഒരു പ്രതിജ്ഞ ചെയ്യണം. അതാണ് ഇതൊരു മാതൃകയാവട്ടെ.
വിരമിച്ച കായിക അധ്യാപകരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും വിവിധ സാംസ്കാരിക സംഘടനകളുടെയും പിന്തുണയോടെ 7.5 വർഷത്തിനിടെ പാനൂരിൽ ഏറ്റവും കൂടുതൽ സർക്കാർ ജോലിക്കാരെ സൃഷ്ടിക്കാൻ ഇൻസൈറ്റിനായി. പാനൂർ, ചൊക്ലി, കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ പരിധികളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പരിശീലനം നൽകിയിരുന്നത്. പിന്നീട് മറ്റ് സ്ഥലങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ എത്തിത്തുടങ്ങി. ഇപ്പോൾ അവധിക്കാലമായതോടെ കൊച്ചുകുട്ടികളും പരിശീലനത്തിൻ്റെ ഭാഗമാകുന്നുണ്ട്. നാട്ടുകാരുടെ സഹകരണത്തോടെ പരിശീലനത്തിനായി കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുമെന്ന് ഇൻസൈറ്റ് കോർഡിനേറ്റർ ഇ സുരേഷ് ബാബു മാസ്റ്റർ അറിയിച്ചു. നമ്മൾ വളരെ കാലമായി ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സമയം നമ്മൾ ഉദ്യോഗം കിട്ടിപ്പോയ ആരെങ്കിലും ഇന്ന് കിട്ടുമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ആരും ഇവിടെ സ്ഥലത്തില്ല. ഏതായാലും അവരുടെയൊക്കെ നല്ല മനസ്സുകൊണ്ടാണ് ഇത്തരമൊരു ഈ ഒരു ഹൈ ജമ്പ് ഇവന്റ് നമുക്ക് ലഭ്യമാക്കിയത്. ഇനിയും കുറേ കാര്യങ്ങൾ നമുക്ക് ഈ ഇൻസൈറ്റിന് പ്രവർത്തനത്തിന് വേണ്ടി ആവശ്യമായി ഉണ്ട്. അപ്പോൾ അതിന് നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹായങ്ങൾ നമുക്ക് ആവശ്യമാണ്. കായിക അധ്യാപകരായ പി ജയപ്രകാശ്, കെ രാജീവൻ, വി കെ മോഹൻദാസ്, കെ മുകുന്ദൻ, പരിശീലകൻ എം പ്രവീൺകുമാർ എന്നിവർ സംസാരിച്ചു. കൺട്രോൾ റൂം SI സുനിൽകുമാർ സ്വാഗതവും വിദ്യാർത്ഥി VMK നിതിൻ നന്ദിയും രേഖപ്പെടുത്തി. ഉഷ്ണതരംഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഇക്കഴിഞ്ഞ ദിവസം ചേർന്ന തലശ്ശേരി നഗരസഭ ദുരന്ത നിവാരണ സമിതിയുടെ തീരുമാനപ്രകാരം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തണ്ണീർ പന്തലുകൾ ആരംഭിച്ചു. തണ്ണീർ പന്തലിൻ്റെ ഔപചാരിക ഉദ്ഘാടനം തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്നു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ COT ഷബീർ തണ്ണീർ പന്തൽ ഉദ്ഘാടനം ചെയ്തു. ഇന്നലെ ചേർന്ന ദുരന്ത നിവാരണ സേനയുടെ തീരുമാനപ്രകാരം തലശ്ശേരിയുടെ നഗരത്തിലെ വിവിധ ഭാഗങ്ങളിൽ കുടിവെള്ള വിതരണം നടത്തുവാൻ വേണ്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതിന് ആദ്യമായി മുൻകൈയെടുത്ത ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷന് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ വ്യാപാരികളും അതുപോലെ തന്നെ വിവിധ സംഘടനകളും മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് തലശ്ശേരിയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്ന് കാണുന്ന ഈ അതിതാപത്തെ അഭിമുഖീകരിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ തണ്ണീർ പന്തൽ സ്ഥാപിക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഭാരതി അധ്യക്ഷത വഹിച്ചു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഷ്റഫ് സ്വാഗതവും നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ നന്ദിയും പറഞ്ഞു. നഗരസഭാ സെക്രട്ടറി N സുരേഷ് കുമാർ, ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികളായ നാസർ, മസൂർ, വ്യാപാരി വ്യവസായികൾ സമിതി ഭാരവാഹി നൌഫൽ എന്നിവർ സംസാരിച്ചു. സഹകരണ സ്ഥാപനങ്ങൾ, വ്യാപാര സംഘടനകൾ, മറ്റ് അസോസിയേഷനുകൾ, യുവജന സംഘടനകൾ തുടങ്ങിയവരുടെ സഹകരണത്തോടെ നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത ദിവസം തന്നെ കൂടുതൽ തണ്ണീർ പന്തലുകൾ ആരംഭിക്കും. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം തുടരും. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി. പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ. BCom ജനറൽ ആൻഡ് കോർപ്പറേറ്റ് സെക്രട്ടറിഷിപ്പ്, BBA ജനറൽ ആൻഡ് ടൂറിസം, BCA, BA and MA English, MCom, BSc ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, BSW, BSc ഡാറ്റ സയൻസ്, BSc സൈക്കോളജി, MBA, MCA കൂടാതെ CMA, CAT, ലോജിസ്റ്റിക്സ്, സൈബർ സെക്യൂരിറ്റി ആൻഡ് എത്തിക്കൽ ഹാക്കിംഗ്, ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ. സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം. To know more, contact us. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. വർഷങ്ങളുടെ പഠന പാരമ്പര്യം, തികഞ്ഞ അച്ചടക്കം, മികച്ച പഠനം, വിദഗ്ധരായ അധ്യാപകരുടെ സേവനം, ഇതാണ് ഞങ്ങളുടെ മുഖമുദ്ര. ഒന്നാം
ക്ലാസ് മുതൽ സ്മാർട്ട് ക്ലാസ് സൗകര്യം, ഡാൻസ്, മ്യൂസിക്കൽ ക്ലാസുകൾ. അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ആലി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ, പള്ളൂർ, മാഹി. Contact 0490-233-7707 9895-485471. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. പാനൂർ കോപ്പറേറ്റീവ് ബിൽഡിംഗ് സൊസൈറ്റി, പാനൂർ. സൊസൈറ്റിയുടെ പുതിയ സംരംഭമായി ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. സൊസൈറ്റിക്ക് കീഴിൽ പാനൂരിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നും, കൂടാതെ കടവത്തൂർ കല്ലിക്കണ്ടി റോഡിൽ പ്രവർത്തിക്കുന്ന സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസിനോട് ചേർന്നുമാണ് സിൽപോളിൻ കമ്പനിയുടെ ടാർപോളിൻ ഔട്ട്ലെറ്റ് പ്രവർത്തനം തുടങ്ങിയത്. സൊസൈറ്റി പ്രസിഡന്റ് കെ രവീന്ദ്രൻ മാസ്റ്ററുടെ അധ്യക്ഷതയിൽ പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ തലശ്ശേരി കോപ്പറേറ്റീവ് റൂറൽ ബാങ്ക് പ്രസിഡന്റ് പി ഹരീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ അളവുകളിലും ഗുണനിലവാരത്തിലുമുള്ള ടാർപോളിനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ഏറ്റവും മിതമായ നിരക്കിൽ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, ചമ്പാട് റോഡ്, പാനൂർ. സഹകരണ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ് ആൻഡ് സാനിറ്ററീസ്, കല്ലിക്കണ്ടി റോഡ്, കടവത്തൂർ. ഫോൺ 8130606188 965-681-3834 859-031-2944. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. കഴിഞ്ഞ 5 വർഷമായി തലശ്ശേരിയിൽ ഡോക്ടർ ഫഹീമിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ ഫഹീംസ് ഡെന്റാരിസ് ദന്തക്രമീകരണ സ്പെഷ്യാലിറ്റി സെന്റർ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ നിധിൻ പി രാജ് IPS ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. ട്രീറ്റ്മെന്റ് അണ്ടർ മാഗ്നിഫിക്കേഷൻ ലൂപ്സ്, 3D സ്കാനിംഗ് ആൻഡ് ഡിജിറ്റൽ പ്രിന്റിംഗ്, അൾട്രാ മോഡേൺ എക്സ്റേ ഫെസിലിറ്റീസ്, വെൽ എക്യുപ്ഡ് അൾട്രാ മോഡേൺ മെഷീനറീസ്, വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനം, വിശാലമായ പാർക്കിംഗ് സൗകര്യം, കുട്ടികളുടെ ദന്ത സംരക്ഷണത്തിന് പ്രത്യേകമായി രൂപീകരിച്ച അന്തരീക്ഷം, പൂർണ്ണമായും അണുവിമുക്തമായ ഓട്ടോക്ലേവ് ആൻഡ് UV ചേംബർ. ഡെന്റാരിസ് ഡെന്റൽ ക്ലിനിക്, ഇംപ്ലാന്റ് ആൻഡ് ഓർത്തോഡോണ്ടിക് സ്പെഷ്യാലിറ്റി സെന്റർ, മേക്കുന്ന്. തലശ്ശേരി റോഡ്, കൂലോ സ്ക്വയർ, മേക്കുന്ന്. ഫോൺ 6238296699 6238596699. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്ക് ഇരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ.
ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം, ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ, ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 049023228803 9497360333. മറ്റു വാർത്തകളിലേക്ക്. 3.5 കോടി രൂപ ചെലവഴിച്ച് തലശ്ശേരി സഹകരണ റൂറൽ ബാങ്ക് നവീകരിച്ചൊരുക്കിയ ജില്ലാ കോടതിക്ക് മുൻപിൽ അറബിക്കടലോരത്തുള്ള സെന്റിനറി പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി. ഈ മാസം 24-ന് വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരന്റെ അധ്യക്ഷതയിൽ ചേരുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ബാങ്ക് വൈസ് പ്രസിഡന്റ് സി വത്സൻ സെന്റിനറി പാർക്കിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കിൻ്റെ പുതിയ സംരംഭമായ സെന്റിനറി പാർക്കുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം 24-ാം തീയതി വൈകുന്നേരം 6 മണിക്ക് കേരളത്തിൻ്റെ ബഹുമാന്യനായ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എ എം ഷംസീർ, തലശ്ശേരി മുനിസിപ്പൽ ചെയർമാൻ ചന്ദ്രശേഖരൻ്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ പരിപാടിയോടനുബന്ധിച്ച് നിരവധി കാര്യങ്ങൾ ഈ സദസ്സിൽ വെച്ച് നടത്താനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് അതിൻ്റെ 80-ാം വാർഷികത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ശ്രീ കാരായി രാജൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. ബാങ്കിനെ സംബന്ധിച്ച് പറയുമ്പോൾ 1946 സെപ്റ്റംബർ 30-ന് തലശ്ശേരി PCC സൊസൈറ്റിയായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനം പിന്നീട് തലശ്ശേരി ടൗൺ ബാങ്കായും അതിനുശേഷം തലശ്ശേരി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്കായും പ്രവർത്തിച്ചു വരികയാണ്. ഉദ്ഘാടന ചടങ്ങിൽ വെച്ച് സഹകരണ റൂറൽ ബാങ്കിന്റെ 80-ാം വാർഷികാഘോഷങ്ങൾ റബ്കോ ചെയർമാൻ കാരായി രാജൻ ഉദ്ഘാടനം ചെയ്യും. മറിമായ FI ഉണ്ണിരാജ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. ഉദ്ഘാടനത്തിന് ശേഷം രാത്രി 7:30-ന് ഫോക്ലോർ അവാർഡ് ജേതാക്കളായ സുലൈഖ ബഷീറും ഇന്ദിര ജോയിയും സംഘവും അവതരിപ്പിക്കുന്ന കലാപരിപാടികൾ ഉൾക്കൊള്ളുന്ന ഇശൽ രാവും ഉണ്ടായിരിക്കും. രാവിലെ 11 മുതൽ രാത്രി 11 വരെ പാർക്കിൽ പ്രവേശനം അനുവദിക്കും. 10 വയസ്സിന് മുകളിലുള്ളവർക്ക് 20 രൂപയാണ് പ്രവേശന നിരക്ക്. 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് പ്രവേശനം സൗജന്യമാണ്. ചിൽഡ്രൻസ് പാർക്ക്, ഓപ്പൺ ജിംനേഷ്യം, സീ വ്യൂ പോയിന്റ്, സെൽഫി പോയിന്റ്, ഉല്ലാസ തൊട്ടിലുകൾ, ഫുഡ് കോർട്ട്, പിക്ചർ വാൾ, ജ്യൂസ് കോർണർ എന്നിവ പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പാർക്കിനോടനുബന്ധിച്ച് കെ രാഘവൻ മാസ്റ്ററുടെ അന്ത്യവിശ്രമ സ്ഥാനത്തിനടുത്തുള്ള ഓപ്പൺ സ്റ്റേജിൽ വിവാഹം, ജന്മദിനാഘോഷ പരിപാടികൾ എന്നിവ നടത്താനുള്ള പ്രത്യേക സൗകര്യങ്ങളും നിശ്ചിത ഫീസ് ഈടാക്കി അനുവദിക്കും. ഈ ഒരു സംരംഭം വർഷങ്ങളായി കാടുപിടിച്ചു കിടക്കുന്ന സെന്റിനറി പാർക്ക് തലശ്ശേരി മുനിസിപ്പാലിറ്റിയുമായി ആലോചിച്ചുകൊണ്ട് 10 വർഷത്തെ നടത്തിപ്പിനാണ് കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഏറ്റെടുത്തിട്ടുള്ളത്. ഏകദേശം 3.5 കോടിയോളം രൂപ ചെലവ് ചെയ്തുകൊണ്ട് ആധുനിക രീതിയിലുള്ള ഒരു പാർക്കാണ് ഇവിടെ വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. തലശ്ശേരിയുടെ ഗായകൻ, ഗാന സംവിധായകൻ രാഘവൻ മാഷ് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് അന്ത്യവിശ്രമത്തിൻ്റെ സ്മൃതിമണ്ഡപത്തോടനുബന്ധിച്ച് തന്നെ ഒരു ഓപ്പൺ സ്റ്റേജ്, ആ ഓപ്പൺ സ്റ്റേജിൽ നമുക്ക് ഇനി അങ്ങോട്ട് വിവാഹം, ബർത്ത്ഡേ പാർട്ടികൾ തുടങ്ങിയ ഒട്ടനവധി പരിപാടികൾ നടത്താനുള്ള സൗകര്യം കൂടി വിഭാവനം ചെയ്യപ്പെട്ടുകൊണ്ടാണ് ഈ പാർക്ക് പുനരുദ്ധാരണത്തിന് നമ്മൾ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വിവിധ പ്രായക്കാർക്ക് കളിച്ചുല്ലസിക്കാൻ, കുട്ടികൾക്ക് കളിച്ചുല്ലസിക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനവും ഈ പാർക്കിൽ ഒരുക്കിയിട്ടുണ്ട്. 24-ാം തീയതിയുടെ പാർക്ക് ഉദ്ഘാടനത്തിൽ വാർത്താ സമ്മേളനത്തിൽ ബാങ്ക് ജനറൽ മാനേജർ CM സന്തോഷ് കുമാർ, ഡയറക്ടർ ആമിന മാളിയക്കൽ, സ്ഥിരം സമിതി അധ്യക്ഷൻ COT ഷബീർ, TC അബ്ദുൽ കിലാബ്, UK പ്രകാശൻ, KK ഷാജു എന്നിവരും പങ്കെടുത്തു. അറബ് മണലാരണ്യത്തിന്റെ പ്രതീകമായി ഈന്തപ്പഴം ഇനി മലയാളക്കരയിലും കൗതുക കാഴ്ചയായി. പാനൂരിനടുത്ത പുത്തൂർ കണ്ണങ്കോട് സ്വദേശി പ്രമുഖ പ്രവാസി വ്യവസായി പൂതങ്കോട് റസാഖിന്റെ ശ്രമമാണ് നാട്ടുകാർക്ക് ഈ അപൂർവാനുഭവം സമ്മാനിച്ചത്.
ഗൾഫിലേതിന് സമാനമായ ചൂടുള്ള അന്തരീക്ഷമാണ് നാട്ടിലുമെന്ന ഒരോർമ്മപ്പെടുത്തൽ കൂടി ഈ കാഴ്ചയ്ക്ക് പിന്നിലുണ്ടെന്ന സത്യവുമുണ്ട്. കണ്ണങ്കോട്ടെ ഫർമീസ് വീട്ടുമുറ്റത്ത് നട്ടുവളർത്തിയ 6ഓളം ഈന്തപ്പനകൾ ഇപ്പോൾ കായ്ച്ചു നിൽക്കുന്ന കാഴ്ച ഏവരെയും തെല്ലൊന്നാകർഷിക്കും. അറബ് നാടുകളിൽ മാത്രം കണ്ടിരുന്ന ഈ കാഴ്ച നാട്ടിൽ തന്നെ ഉണ്ടായതോടെ നിരവധി ആളുകൾ ഇവ കാണാനും ഫോട്ടോ എടുക്കാനുമായി ഇവിടെ എത്തുകയാണ്. ചെന്നൈയിൽ നിന്നും ഏകദേശം 5000-ഓളം രൂപ ചെലവഴിച്ച് വാങ്ങിയ തൈകളാണ് റസാക്ക് വീട്ടുമുറ്റത്ത് നട്ടത്. മതിയായ ചൂടും പരിപാലനവും ലഭിച്ചതാണ് കായ്കൾ കായ്ക്കാൻ കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു 7 ഈത്തപ്പഴ മരങ്ങൾ ചെന്നൈയിൽ നിന്ന് കൊണ്ടുവന്നു. എന്നിട്ട് അവർ കുഴിയെടുത്ത് വെച്ചിട്ട് തന്നു. ചെറിയ ചെറിയ മരങ്ങളായിരുന്നു. അതിൽ 7-ൽ 1 നഷ്ടപ്പെട്ടു. ബാക്കി 6 ഇവിടെ നിങ്ങൾ കാണുന്ന ഈ രൂപത്തിലായി. അതിൽ 3 ആണും 3 പെണ്ണുമാണ്. ശരിക്ക് പെണ്ണീത്തപ്പഴങ്ങളാണ് കായ്ക്കുക. മറ്റുള്ളത് പൂവിട്ട് അത് പരാഗണത്തിന് വേണ്ടിയിട്ട് ഉണ്ടാവും. എന്നിട്ട് ഇവിടെ കാണുന്നതിൽ 6 3 കായ്ച്ചത്. നമ്മുടെ പ്രദേശത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഒരു കൗതുകത്തോടെ വന്ന് കാണാറുണ്ട്. കുട്ടികളും കല്യാണത്തിൻ്റെ വീട്ടുകാരൊക്കെ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. എന്തുകൊണ്ടും എല്ലാവരും ഒരു ആകർഷിക്കുന്നൊരു സംഭവമായിട്ടാണ് ഇത് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ നല്ലോണം പരിപാലിച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഉമ്മയാണ് പരിപാലനത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്നത്. എപ്പോഴും നനക്കലും പിടിക്കലൊക്കെ ആയിട്ട് ഉമ്മ അതിനെ വളരെ ആവേശത്തോടെ പരിപാലിച്ചിട്ടുണ്ട്. പിന്നെ മക്കളും എല്ലാം ഒരു ആവേശമാണ്. ശരിക്ക് ഇതൊരു കൃഷി രൂപത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അതെല്ലാവരും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ബിസിനസ്സാക്കി മാറ്റാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ്. സാധാരണയായി ഗൾഫ് രാജ്യങ്ങളിലാണ് ഈന്തപ്പനകൾ വളരാറുള്ളത്. എന്നാൽ കാലാവസ്ഥാ വ്യതിയാനവും പുതിയ കൃഷി രീതികളും ഉപയോഗിച്ച് നാട്ടിലും ഇത് സാധ്യമാകാമെന്നതിന് തെളിവായി ഈ നേട്ടം മാറി. റസാഖിൻ്റെ മാതാവ് പൂതങ്കോട് ഫാത്തിമ ഹജ്മയുടെ കരുതലും ഈ വിജയത്തിന് പിന്നിലുണ്ട്. ദിവസവും ശ്രദ്ധാപൂർവം പരിപാലിച്ചാണ് ഈന്തപ്പനകൾ വളർത്തിയെടുത്തത്. ഇപ്പോൾ വിശേഷ ദിവസങ്ങളിലും വിവാഹ ഫോട്ടോഷൂട്ടുകൾക്കുമായി ഈ സ്ഥലം നാട്ടുകാരുടെ ഇഷ്ട കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. അതേസമയം പെരിങ്ങത്തൂരിലും സമാനമായ കൗതുക കാഴ്ചയുണ്ട്. പെരിങ്ങത്തൂർ ജുമാ മസ്ജിദ് കോമ്പൗണ്ടിൽ പള്ളിക്കമ്മിറ്റി നട്ടുവളർത്തിയ ഈന്തപ്പനയും കായ്ച്ചത് നാട്ടുകാർക്ക് ആനന്ദം പകരുന്നു. പള്ളി ജീവനക്കാരുടെയും ഗാർഡൻ പരിപാലകരുടെയും പ്രത്യേക ശ്രദ്ധയിലാണ് ഈ നേട്ടം സാധ്യമായത്. അറബ് മണലാരണ്യത്തിൻ്റെ സ്വന്തം വിളയായ ഈന്തപ്പഴം ഇനി നമ്മുടെ നാട്ടിലും പച്ചപ്പായി പുഞ്ചിരിക്കുമ്പോൾ കൃഷിയിൽ പുതിയ പരീക്ഷണങ്ങൾക്കുള്ള സാധ്യതകൾക്കും ഇത് പുതിയ വാതിൽ തുറക്കുന്നു. ഒപ്പം ഗൾഫിലേതിന് സമാനമായ ചൂടാണ് കേരളത്തിലുമെന്ന ഓർമ്മപ്പെടുത്തലും. തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിഷു ഉത്സവം കൊടിയിറങ്ങി. ഏപ്രിൽ 14 കൊടിയേറിയ ഉത്സവം 21 ആറാട്ടോടെയാണ് സമാപിച്ചത്. ആറാട്ട് സദ്യയിലും വൻ ജനപങ്കാളിത്തമുണ്ടായി. രാവിലെ 7 ഉഷ ശീവേലി, ആറാട്ട് ഹോമം, ആറാട്ട് ബലി, 10 ക്ഷേത്രച്ചിറയിൽ ആറാട്ട് എഴുന്നള്ളിക്കൽ, ആറാട്ട് പൂജ, തിരിച്ചെഴുന്നള്ളിക്കൽ എന്നിവയ്ക്ക് ശേഷമാണ് ഉത്സവം കൊടിയിറങ്ങിയത്. കലശ അഭിഷേകത്തിന് ശേഷം ഉച്ചയോടെ ആറാട്ട് സദ്യ നടന്നത്. വർഷങ്ങളായി നടക്കാറുള്ള ആറാട്ട് സദ്യയിൽ 3000-ഓളം ആളുകൾ പങ്കെടുക്കാറുണ്ടെന്ന് തിരുവങ്ങാട് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ CM ശ്രീജിത്ത്, ശ്രീരാമസേവാ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശങ്കരനാരായണൻ എന്നിവർ പറഞ്ഞു. ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ വിഷുവിളക്കുത്സവം ഏപ്രിൽ 14 രാത്രി കൊടിയേറ്റത്തോടുകൂടി ആരംഭിക്കുകയും ഇന്ന് അതായത് ഏപ്രിൽ 21 രാവിലെ കൊടിയിറക്കത്തോടുകൂടി സമാപിക്കുകയും ചെയ്തു. ഉത്സവം കഴിഞ്ഞ ഒരാഴ്ചയായി ദേവസ്വത്തിൻ്റെയും അതുപോലെ ശ്രീരാമസേവാ സമിതിയുടെയും നാട്ടുകാരുടെയും എല്ലാവരുടെയും
പൂർണ്ണ സഹകരണത്തോടുകൂടി ഉത്സവം വളരെ ഭംഗിയായി നടത്തുകയുണ്ടായി. ഇന്ന് ഏകദേശം 3000-ലധികം ആൾക്കാർക്ക്, ഭക്തജനങ്ങൾക്ക് അന്നദാനം ഒരുക്കുകയുണ്ടായി. കഴിഞ്ഞ 7 ദിവസമായി ഈ മഹാക്ഷേത്രത്തിൽ നമ്മുടെ ഉത്സവം നടന്നു വരികയാണ്. ഇന്ന് കൊടിയേറ്റത്തോടുകൂടി അതിന് സമാപനം കൊടിയിറക്കത്തോടുകൂടി സമാപനം കുറിച്ചിരിക്കുകയാണ്. അതിനുശേഷം ഇന്ന് ഭക്തജനങ്ങളുടെ സഹകരണത്തോടെ ആറാട്ട് സദ്യയും നടത്തപ്പെടുകയാണ്. ഈ അവസരത്തിൽ ശ്രീരാമ സേവാ സമിതിയോടും തിരുവങ്ങാട് ദേവസ്വത്തോടും സഹകരിച്ച എല്ലാ ഭക്തജനങ്ങൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഇനിയും വരും കൊല്ലങ്ങളിലും ഇതുപോലെ നടത്തപ്പെടുവാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയും ആഞ്ജനേയസ്വാമിയും നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്നും എല്ലാ പ്രാർത്ഥനകളോടെ നിർത്തുന്നു. ദേവസ്വത്തിന്റെയും ശ്രീരാമ സേവാ സമിതിയുടെയും മറ്റ് ഭക്തജന കൂട്ടായ്മയുടെയും നാട്ടുകാരുടെയും പ്രവർത്തനമാണ് ഉത്സവ വിജയത്തിൽ പ്രധാനമായതെന്ന് മാനേജിംഗ് ട്രസ്റ്റി NR അജയകുമാർ, പ്രദേശവാസിയും BJP മുൻ ജില്ലാ പ്രസിഡന്റുമായ N ഹരി എന്നിവർ പറഞ്ഞു. നമ്മുടെ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ശ്രീരാമസ്വാമി ക്ഷേത്രങ്ങളിൽ ഒന്നാണ് തലശ്ശേരി തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇതിൻ്റെ പൗരാണികത്വം ഏകദേശം 1100 വർഷത്തോളം പഴക്കത്തിൽ ഉണ്ടെന്നാണ് ഇവിടെ നിന്ന് കണ്ടെത്തിയ വട്ടെഴുത്ത് ലിഖിതങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് ഇവിടെയുള്ള ഈ മഹാ ഉത്സവം പ്രധാനമായും നാട്ടുകാരുടെ സഹകരണം, വിശിഷ്യ സേവാസമിതി സഹകരണത്തോടെ നടന്ന നമ്മുടെ ആനയെ അനുകരിച്ചുകൊണ്ടുള്ള ഉത്സവ പരിപാടികൾ, കലാപരിപാടികൾ, ഇതൊക്കെ ഇവിടെയുള്ള ജനങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാണ്. എല്ലാ ആളുകളും ഈ ഉത്സവത്തിന് കൈമൈ മറന്ന് സഹകരിച്ചിട്ടുണ്ട്. അതിൽ ഒരാളും എന്ന് പറയാൻ പറ്റില്ല. എല്ലാവരും ഒന്നിച്ചു വന്നുകൊണ്ട് വളരെ വിജയകരമായി ജനങ്ങൾക്കെല്ലാം ഇത്തവണ വളരെ വലിയ പങ്കാളിത്തം ഈ ഉത്സവത്തിനുണ്ടായിട്ടുണ്ട്. എല്ലാ ഭക്തന്മാരെയും തിരുവങ്ങാട് ശ്രീരാമസ്വാമി ക്ഷേത്രത്തിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മുടെ സഹകരിച്ച സേവാസമിതിക്ക് വേണ്ടിയും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് പഴക്കമുള്ള ചില പുരാതനമായിട്ടുള്ള തിരുവങ്ങാട് ശ്രീരാമസ്വാമി മഹാക്ഷേത്രം. ആ ക്ഷേത്രത്തിൽ പൊതുവെ പറയാറ് നമ്മൾ കണ്ണൂർ ജില്ലയിൽ വടക്കൻ കേരളത്തിൻ്റെ പൂരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഭക്തി നിർഭരമായ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത്. ദേവസ്വം ബോർഡും ശ്രീരാമ സേവാ സമിതിയും ഭക്തജനങ്ങളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഭക്തി നിർഭരവും പ്രൗഢഗംഭീരവുമായിട്ടുള്ള ഈ മഹാക്ഷേത്രത്തിൻ്റെ ആചാരവും പൈതൃകവും എല്ലാം ഒത്തിണക്കിക്കൊണ്ട് അണുവിട വ്യതിചലിക്കാതെ ഭക്തി നിർഭരമായിട്ടുള്ള ഒരു ഉത്സവമാണ്, അന്തരീക്ഷമാണ് നമുക്കുള്ളത്. ഓരോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ പകിട്ട് വർദ്ധിപ്പിക്കുകയാണ്. ഭക്തജനങ്ങളുടെ സാന്നിധ്യവും സഹകരണവും വർദ്ധിക്കുകയാണ്. നമുക്ക് ഭക്തി നിർഭരമായി ഈ ക്ഷേത്രാന്തരീക്ഷത്തിൽ 7 ദിവസം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏപ്രിൽ 14 തീയതി കൊടിയേറി 21 നമ്മളിന്ന് കൊടി ഇറക്കത്തോടുകൂടി ഈ മഹാക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുള്ള നിരവധി ആളുകൾക്ക് അന്നദാനം നൽകുകയാണ്. എല്ലാം ഭക്തരുടെ സഹായത്തോടുകൂടിയാണ് നടക്കുന്നത്. മേലിലും മുഴുവൻ ഭക്തരുടെയും സഹായത്തോടുകൂടി ദേവസ്വവും ശ്രീരാമ സേവാ സമിതിയും ഭക്തജനങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ അമ്പലത്തിൻ്റെ പൈതൃകവും പൗരാണികമായിട്ടുള്ള സവിശേഷതകളും ഉയർത്തിപ്പിടിക്കാൻ നമുക്ക് തിരുവങ്ങാട് പെരുമാളിൻ്റെ അനുഗ്രഹവും ആഞ്ജനേയസ്വാമിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. മുഴുവൻ ഭക്തജനങ്ങളുടെയും സഹായ സഹകരണം മേലിലും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. KN ധർമ്മപാലൻ, BP ഷീജ, KP അജേഷ് എന്നിവരടക്കം ഒട്ടേറെ ആളുകൾ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12 മണിയോടെ നടന്ന അന്നദാനം 3 മണിയോടെയാണ് അവസാനിപ്പിച്ചത്. വൈകിട്ട് 6:30 കളമെഴുത്തുപാട്ടും പൂജയും നടന്നു. മെഡിക്കൽ ഉപരിപഠന പരീക്ഷയായ DNB ഫാമിലി മെഡിസിനിൽ ദേശീയ തലത്തിൽ 1ാം റാങ്കും പ്രസിഡന്റിന്റെ ഗോൾഡ് മെഡലും കരസ്ഥമാക്കിയ ന്യൂമാഹിയുടെ അഭിമാനമായ ഡോക്ടർ ഫാത്തിമ ഹെന്നയ്ക്ക് സ്നേഹാദരം നൽകി. മുസ്ലിം യൂത്ത് ലീഗ് ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്.
മെഡിക്കൽ ഉപരിപഠന പരീക്ഷയായ DNB ഫാമിലി മെഡിസിനിൽ ദേശീയ തലത്തിൽ 1ാം റാങ്കും പ്രസിഡന്റ്സ് ഗോൾഡ് മെഡലും കരസ്ഥമാക്കിയതിലൂടെ നാടിന്റെ അഭിമാനമായി മാറിയിരിക്കുകയാണ് ഡോക്ടർ ഫാത്തിമത്ത് ഹന. മുസ്ലിം യൂത്ത് ലീഗ് കണ്ണൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് തഫ്ലീം മാണിയാട്ട് ഉപഹാരം നൽകി. ഇന്ത്യയിൽ DNB ഫാമിലി മെഡിസിൻ എക്സാമിൽ ദേശീയ തലത്തിൽ 1ാം റാങ്ക് നേടിയ വിദ്യാർത്ഥി ഫാത്തിമ ഹന്നയ്ക്ക് പഞ്ചായത്ത് യൂത്ത് ലീഗിന്റെ ഈ സ്നേഹോപകാരം തർഷറീഫ് ഉസ്സൻമുട്ട അധ്യക്ഷത വഹിച്ചു. യൂത്ത് ലീഗ് തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ജംഷീർ മഹമ്മൂദ്, ഷാഹിദ് ഉസ്സൻമുട്ട, റുവൈസ്, റഫൽ, അഷറഫ്, ഷാമിൽ എന്നിവർ പങ്കെടുത്തു. നിസാം പുന്നോൽ നന്ദി പറഞ്ഞു. അൽഹംദുലില്ലാഹ്, നല്ല സന്തോഷമുണ്ട്. എല്ലാവരും ഇങ്ങനെ വീട്ടിൽ വന്ന് ആദരവ് പ്രകടിപ്പിക്കുമ്പോൾ എല്ലാവരും ഇനിയും വിജയത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവുക. ഞാനിവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഫാമിലി ഫിസിഷ്യനാണ്. നമ്മുടെ നാട്ടിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും സഹകരണം ഉണ്ടാവും. കമ്മ്യൂണിസ്റ്റ് സാംസ്കാരിക നായകനും യുവകലാസാഹിതിയുടെ സംസ്ഥാന നേതാവും സിനിമാ സാംസ്കാരിക മേഖലയെ ഇടതുപക്ഷത്തോടടുപ്പിച്ച തലശ്ശേരിക്കാരനായ നേതാവാണ് NC മമ്മൂട്ടി മാസ്റ്റർ എന്ന CPI നേതാവ് മുല്ലക്കര രത്നാകരൻ. NC മമ്മൂട്ടി മാസ്റ്റർ അനുസ്മരണ പൊതുയോഗം തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുല്ലക്കര. മൊബൈൽ ഫോൺ ഇല്ലാത്ത കാലത്ത് രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനം നടത്തിയ നാടിനു വേണ്ടി പോരാടിയ സാംസ്കാരിക നായകനാണ് മമ്മൂട്ടി മാസ്റ്റർ എന്ന് മുല്ലക്കര രത്നാകരൻ അനുസ്മരിച്ചു. NC മമ്മൂട്ടി മാസ്റ്റർ പബ്ലിക് ലൈബ്രറി ആൻഡ് റിസർച്ച് സെന്ററിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. മമ്മൂട്ടി മാസ്റ്റർ ഒരിക്കലും ആ ചിരിയുടെ പൂവിനെ മുഖത്ത് നിന്ന് വീഴ്ത്തിക്കളഞ്ഞില്ല. അതുകൊണ്ട് മമ്മൂട്ടി മാസ്റ്റർ ഒരു വീണ പൂവായിരുന്നില്ല, വീഴാത്ത പൂവായിരുന്നു. ആ വീഴാത്ത പൂവായ മമ്മൂട്ടി മാസ്റ്റർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ഈ കേരളത്തിലെ ഒരുപാട് മനുഷ്യർ, വിശിഷ്യ കമ്മ്യൂണിസ്റ്റുകാർ ജീവിതത്തിൽ ഗാന്ധിയെ അനുകരിച്ചിട്ടുണ്ട്. അവർ ആശയങ്ങളിൽ മാർക്സിനെ മനസ്സിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ഒരുപാട് ഗാന്ധിയൻ കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. മമ്മൂട്ടി മാസ്റ്റർ ജീവിതത്തിൽ ഗാന്ധിയെ അനുകരിച്ച ഒരാളാണ്. ഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രത്യേകത വലുതിനെ ഉപേക്ഷിച്ചാലും ചെറുതിനെ ഉപേക്ഷിക്കരുത് എന്നതാണ്. അത് ഗാന്ധി ലോകത്തിന് നൽകിയ ഒരു സന്ദേശമാണ്. അത് ആധുനിക കാലത്തെ ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ലോകത്ത് തന്നെ ഏറ്റവും ലളിതമായ ഇത്തരം സന്ദേശങ്ങൾ നൽകിയ ഒരു അത്ഭുത മനുഷ്യനാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം ഒരു പുറം എഴുതിയ ഒരു കടലാസ് കിട്ടിയാൽ അതിൻ്റെ മറുപുറം ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുകയും ഉപയോഗിക്കണമെന്ന് തൻ്റെ കൂടെയുള്ള ഒരിടം അഭ്യർത്ഥിക്കുകയും ചെയ്ത ആളായി. മമ്മൂട്ടി മാസ്റ്ററുടെ ഒരു സ്വഭാവം ഇവിടെ പറഞ്ഞു. മമ്മൂട്ടി മാസ്റ്റർ കത്തെഴുതുന്നത് കാർഡിലാണ്. ഈ കാർഡിൽ കത്തെഴുതുമ്പോഴും മൊബൈലിൽ ഒരാളെ ദുബൈയിൽ നിന്ന് വിളിക്കുമ്പോഴും വലിയൊരു വ്യത്യാസമുണ്ട്. വിളി കഴിഞ്ഞാൽ പിന്നെ ആ വിളി ഓർമ്മിക്കണമെന്നില്ല. വേറൊരു വിളി വരുമ്പോൾ ഈ വിളിയും വിളിച്ച ആളിനെയും മറന്നു പോകാം. പക്ഷെ ഒരു കാർഡിൽ കത്തെഴുതുമ്പോൾ അത് പോസ്റ്റ്മാനും വായിക്കാം, അത് കയ്യിൽ കിട്ടുന്നവർക്കെല്ലാം വായിക്കാം. അതിലെ ആശയങ്ങളോ അഭ്യർത്ഥനകളോ അറിവുകളോ പങ്കുവയ്ക്കപ്പെടുമെന്ന് ഉറപ്പാണ്. രണ്ട്, അത് ഏറ്റവും ചെലവ് കുറഞ്ഞ ഒരറിയിപ്പിൻ്റെ മാർഗമാണ്. മമ്മൂട്ടി മാസ്റ്റർ എനിക്ക് തോന്നുന്നു ജീവിതത്തിൻ്റെ ഒരു വലിയ പങ്ക് സമയം കത്തെഴുതാൻ ഉപയോഗിച്ച ആളാണ്. എൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ മമ്മൂട്ടി മാസ്റ്ററുടെ ഒരു കത്ത് വന്നു. എൻ്റെ ഭാര്യയുടെ അച്ഛൻ മരിച്ചപ്പോഴും മമ്മൂട്ടി മാസ്റ്ററുടെ ഒരു കത്ത് വന്നു. എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയുടെ അമ്മയും മരിക്കുമ്പോൾ മമ്മൂട്ടി മാസ്റ്റർ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ഇതെല്ലാവരുടെ വീട്ടിലും അവർക്കുള്ള ഒരു ദുഃഖത്തിൽ മമ്മൂട്ടി മാസ്റ്റർ ഒരു ചെറിയ കാർഡിലൂടെ ചെറിയ ചെലവിൽ പങ്കുചേർന്നിരുന്നു. CPI തലശ്ശേരി മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് MS നിഷാദ് അധ്യക്ഷത വഹിച്ചു. CP സന്തോഷ് കുമാർ, CP ഷൈജൻ, ചുരൈ ചന്ദ്രൻ, V ആയിഷ, അഡ്വക്കേറ്റ് KN ശ്രീശൻ എന്നിവർ സംബന്ധിച്ചു. വളർന്നുവരുന്ന തലശ്ശേരിയിലെ എഴുത്തുകാരി മാഗ്നയെ ചടങ്ങിൽ മുല്ലക്കര രത്നാകരൻ ഉപഹാരം നൽകി ആദരിച്ചു. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. PK in store, Chokli Mahi.
The biggest showroom and experience center in South India for tiles and sanitary ware has a wealth of collections of top-notch products and brands. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു. ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം. BIS 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം. ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. മറ്റു വാർത്തകളിലേക്ക്. ചെണ്ടയാട് നീളാമംഗളപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകളുടെ ഭാഗമായി 6ാം ദിനത്തിൽ നടന്ന ആധ്യാത്മിക സദസ്സിൽ സന്തോഷ് ഇല്ലോളിൽ പ്രഭാഷണം നടത്തി. കലാപരിപാടികളും അരങ്ങേറി. ചെണ്ടയാട് നീളാമംഗളപുരം ശ്രീകൃഷ്ണ ക്ഷേത്രം പ്രാണപ്രതിഷ്ഠ ചടങ്ങിന്റെ ഭാഗമായുള്ള 5ാം ദിനത്തിലെ സാംസ്കാരിക സദസ്സിലാണ് സതീഷ് ചന്ദ്രൻ കൃഷ്ണായനം പ്രഭാഷണം നടത്തിയത്. ക്ഷേത്രം രക്ഷാധികാരി ശ്രീധരൻ കൂത്താടി ദീപം തെളിയിച്ചു. ചടങ്ങിൽ VK ജിഗീഷ് സതീഷ് ചന്ദ്രയെ പൊന്നാട അണിയിച്ചു. കരങ്ങൾ രണ്ടേ നൽകിയുള്ളെങ്കിലും നീ 2 കൈകൾ കൊണ്ട് 100 കൈകളുടെ പ്രയത്നം ചെയ്യുവാൻ പഠിപ്പിച്ചു. ശതഹസ്തേന സ്വീകൃത സഹസ്രഹസ്തേന വീക്കിര എന്ന പഠിപ്പിച്ചിരിക്കുന്നത് പ്രമാണം. 2 കൈകൾ കൊണ്ട് 100 കൈകളുടെ പ്രയത്നം നീ ചെയ്യണം, എന്നാൽ 1000 കൈകൾ കൊണ്ട് കൊടുക്കുവാൻ നീ സന്നദ്ധനാകണം എന്ന് പഠിപ്പിക്കുന്ന മഹാമന്ത്രമാണ് സനാതന ധർമ്മം ഉദ്ഘോഷിക്കുന്നത്. അങ്ങനെയുള്ള സർവ്വതും എടുക്കുവാൻ, ഈ കരങ്ങൾ കൊണ്ട് എടുക്കുവാൻ പഞ്ചഭൂതങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചു. അതാണ് ഭൂമി, അഗ്നി, വായു, ആകാശം, ജലം എന്ന പഞ്ചഭൂത തത്വം. ഇതിൽ നിന്ന് ഉദ്ഭൂതമാകാത്തതൊന്നുമില്ല. ഈ ഇരിക്കുന്ന നിങ്ങളും കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും എല്ലാം പഞ്ചഭൂതത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് നിലകൊള്ളുന്നത്. ഈ ശരീരഘടന തന്നെ പഞ്ചഭൂതാത്മകമാണ്. ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈശ്വരനും പഞ്ചഭൂതാത്മകമാർന്ന സങ്കല്പത്തിൽ തന്നെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. NK നാണു മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. K രാജീവൻ, വത്സൻ പാലേരിപ്പൊയിൽ, EM എബിൻ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ പ്രാദേശിക കലാകാരൻ CH പ്രജിത് കുമാറിനെ ചടങ്ങിൽ ഡോക്ടർ സാവിത്ത് ആദരിച്ചു. കലാമണ്ഡലം അജിത് കുമാറിന്റെ സോപാന സംഗീതവും മറ്റു കലാപരിപാടികളും അരങ്ങേറി. ഒരു കൂത്താലി
വൈകുണ്ഠപുരവാസം പങ്കജ സേവാഭാരതി പന്നൂർ പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ കിഴക്കേച്ചമ്പാട് ജനരഞ്ജനി LP സ്കൂളിൽ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. നിരവധി ആളുകൾ ക്യാമ്പിൽ പങ്കെടുത്ത് പരിശോധന നടത്തി. സേവാഭാരതി പന്നൂർ പഞ്ചായത്ത് സമിതിയുടെയും തലശ്ശേരി കോൺട്രസ്റ്റ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഐ ആശുപത്രിയുടെയും സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധനയും തിമിര ശസ്ത്രക്രിയാ നിർണയ ക്യാമ്പും നടത്തി. കിഴക്കേച്ചമ്പാട് ഋഷിക്കര കൊറ്റോൽ ജനരഞ്ജനി LP സ്കൂളിൽ നടന്ന ക്യാമ്പ് ഇന്ത്യൻ ആൻറ്റി കറപ്ഷൻ മിഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ മനീഷ് ജനകീയം ഉദ്ഘാടനം ചെയ്തു. മൂന്നാട്ടിൻ്റെ നേതൃത്വത്തിലായിരുന്നു സേവാഭാരതിയുടെ ആദ്യത്തെ രൂപീകരണം ഉണ്ടായി. ഞാൻ അതിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കടന്നു പോകുന്നില്ല. അന്ന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ നമ്മുടെ കേരളത്തിലെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മൂന്നാറിനുൾപ്പെടെയുള്ള നമ്മുടെ നാടിനെ സ്നേഹിക്കപ്പെടുന്ന ഒരു വിഭാഗം ജനവിഭാഗമായിരുന്നു അന്ന് നേതൃത്വം കൊടുത്തു. പക്ഷേ ഇന്ന് ആ സേവാഭാരതി ഇന്ന് കേരളം മുഴുവൻ വ്യാപിച്ചു. നമ്മുടെ പന്നൂർ ഗ്രാമപഞ്ചായത്തിലെ നമ്മുടെ 2 കേന്ദ്രങ്ങളിൽ സേവാഭാരതിയുടെ ഓഫീസുകൾ ഇപ്പം നിലവിൽ വന്നു. ഇപ്പം നിലവിലെ നിരവധി സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു. ഇപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ തലചായ്ക്കാൻ ഇടം കണ്ടെത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്ന നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ഒരു തലചായ്ക്കാൻ ഇടം എന്ന് പറയുന്നത് അവർക്ക് കിടക്കാൻ സൂര്യമായി കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സേവാഭാരതി അതിനു വേണ്ടിയുള്ള ശ്രമം അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും ഉൾപ്പെടെ നടത്തുന്നുണ്ട്. അതിനു വേണ്ടുന്ന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് സന്തോഷ് നമ്മളോട് ഇവിടെ പറഞ്ഞപ്പോൾ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ടായി. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് നമുക്ക് നല്ല ആഹാരം കിട്ടണം, നല്ല വായു കിട്ടണം, അതുപോലെ തന്നെ നല്ല വിദ്യാഭ്യാസം കിട്ടണം, നമുക്ക് കിടന്നുറങ്ങാൻ അടച്ചുറപ്പുള്ള വീടുണ്ടാകണം. പറമ്പത്ത് സന്തോഷ് അധ്യക്ഷത വഹിച്ചു. സഞ്ജീവ് കുമാർ, VP മനോഹരൻ, പ്രജീഷ്, പ്രകാശ് ബാബു എന്നിവർ സംസാരിച്ചു. രാവിലെ 8:30 മുതൽ 1 മണി വരെയാണ് ക്യാമ്പ് നടന്നത്. തലശ്ശേരി കോൺട്രസ്റ്റ് നേത്ര സംരക്ഷണ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. തിമിര ശസ്ത്രക്രിയ ആവശ്യമായി വരുന്ന രോഗികൾക്ക് തലശ്ശേരി കോൺട്രസ്റ്റ് നേത്ര സംരക്ഷണ ആശുപത്രിയിൽ വെച്ച് സൗജന്യമായി ശസ്ത്രക്രിയ നൽകും. ശസ്ത്രക്രിയക്കായി തിരഞ്ഞെടുക്കപ്പെടുന്ന രോഗികൾക്ക് തലശ്ശേരിയിലെ കോൺട്രസ്റ്റ് നേത്ര സംരക്ഷണ ആശുപത്രിയിൽ നിന്നുള്ള തിമിര ശസ്ത്രക്രിയയും കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വീട്ടിൽ ഉപയോഗിക്കാനുള്ള മരുന്നും പൊടിപടലങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനായുള്ള കറുത്ത കണ്ണടയും സൗജന്യമായി നൽകുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. പിണറായി കിഴക്കുംഭാഗം പുത്തങ്കണ്ടം ബാലി തിറമഹോത്സവം സമാപിച്ചു. 2 ദിവസങ്ങളിലായാണ് തിറമഹോത്സവം നടന്നത്. എല്ലാ തെയ്യങ്ങളുടെയും വെള്ളാട്ടങ്ങളോടെയാണ് തിറമഹോത്സവം ആരംഭിച്ചത്. തുടർന്ന് വനിതകളുടെ കൈകൊട്ടിക്കളി അരങ്ങേറി. പുലർച്ചെ മുതൽ ബാലിത്തറയും ശാസ്തപ്പൻ, ഗുളികൻ, ഇളയടത്ത് ഭഗവതി എന്നീ തെയ്യങ്ങളും കെട്ടിയാടി. 2 ദിവസങ്ങളിലും പ്രസാദ സദ്യയും ഉണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും.
പാനൂരിനടുത്ത മുത്താറുപീടികയിൽ മുസ്ലിം ലീഗ് പ്രവർത്തകന് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് കുറ്റിക്കണ്ടി അഷ്റഫിന്. പിന്നിൽ CPM എന്ന് മുസ്ലിം ലീഗ്. നിറയെ സിമന്റ് ലോഡുമായി തമിഴ്നാട് ആവടിയിൽ നിന്നും ഇരട്ടിയിലേക്ക് പോകുകയായിരുന്ന ചരക്ക് ലോറി തലശ്ശേരിയിലെ സംഗമം ജംഗ്ഷനിൽ അപകടത്തിൽപ്പെട്ടു. ലോറി മാറ്റിയത് ഏറെ പണിപ്പെട്ട്. യുവതലമുറയ്ക്ക് ദിശാബോധം നൽകി സർക്കാർ സേവനത്തിലേക്ക് നയിക്കുന്ന പാനൂരിന്റെ അഭിമാന പദ്ധതിയായ ഇൻസൈറ്റ് പരിശീലന പദ്ധതിക്ക് സഹായഹസ്തവുമായി മുൻ പഠിതാക്കൾ. പരിശീലനം മെച്ചപ്പെടുത്തുന്നതിനായി 1,75,000 രൂപയ്ക്ക് ഹൈജമ്പ് ബെഡ് വാങ്ങി നൽകി. $3.5 കോടി ചെലവഴിച്ച് തലശ്ശേരി സഹകരണ റൂറൽ ബാങ്ക് നവീകരിച്ചൊരുക്കിയ ജില്ലാ കോടതിക്ക് മുൻപിൽ അറബിക്കടലോരത്തുള്ള സെന്റിനറി പാർക്ക് ഉദ്ഘാടനത്തിനൊരുങ്ങി. ഉദ്ഘാടനം വെള്ളിയാഴ്ച വൈകിട്ട് 6 മണിക്ക് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസീർ നിർവഹിക്കും. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.